അൽ ഇഫ്രാത്ത് ഫിൽ അക്ലി വന്നൗം, ഉറക്കവും ഭോജനവും അധികരിപ്പിക്കുക. തീറ്റയും ഭക്ഷണം കഴിക്കലും, അതുപോലെ തന്നെ ഉറക്കവും പരിധി വിടുക. അതുപോലെ തന്നെ വസഹർ, ഉറക്കമൊഴിക്കലും പരിധി വിടുക. രാത്രി അനാവശ്യമായ ഉറക്കമൊഴിച്ച് സമയം കളയുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ പകലുറങ്ങുന്ന അവസ്ഥ, എന്തിനും ഏതിനും ഉറങ്ങുന്ന അവസ്ഥ. ആവശ്യമില്ലാത്ത എന്റെ വിശപ്പിനപ്പുറത്ത് എന്റെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം ലഭിച്ചിട്ടും അമിതമായി, ഇതിലൊക്കെ ഒരുപാട് നമുക്ക് ഹദീസുകൾ പറയാനുണ്ട്. സമയമില്ലാത്തതിനാൽ ഈ കാര്യം എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അമിതമായി ഭക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വൽ കലാം, അമിതമായ സംസാരം. ചില ആളുകൾക്ക് നാവിനൊരു ലൈസൻസ് ഉണ്ടാവില്ല. വായ തുറന്നാൽ, നേരം വെളുത്ത് വായ തുറന്നാൽ രാത്രി ഉറങ്ങുന്നത് വരെ അവന്റെ തൊള്ള പൂട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് എത്ര സംസാരിച്ചാലും മതിവരാത്ത ആളുകൾ. അതുപോലെ തന്നെ വൽ ഖൽത, ആളുകളുമായി, സാമാന്യ ജനങ്ങളുമായി. ചില ആളുകൾക്ക് പള്ളിയിലൊന്ന് ചടഞ്ഞുകൂടി കുറച്ചു നേരം ഇരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ ഒരു താല്പര്യം ഉണ്ടാവില്ല. പള്ളിയിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ഓട്ടാണ്. പുറത്ത് അങ്ങാടിയിൽ കൂടി വെക്കുന്ന ആളുകളുമായി മണിക്കൂറോളം നിന്ന നിപ്പിൽ നിന്ന് സംസാരിക്കാൻ അവന് മടിയുണ്ടാവില്ല. ഇങ്ങനെ സാമാന്യ ജനങ്ങളുമായിട്ടുള്ള കൂടിക്കലരൽ, പരിധിവിട്ട സംസാരം. അതുപോലെ തന്നെ രാത്രി അനാവശ്യമായി ഇബാദത്തിന് വേണ്ടി ഓർക്കൊഴിക്കുന്നതിനല്ല പറയാം, അനാവശ്യങ്ങളിൽ മുഴുകി ഇപ്പോ മൊബൈലിൽ കുത്തിയിരുന്ന് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിച്ച് ന്യൂസ് കണ്ട്, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്ത്, ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയാസിലും കയറി ഇറങ്ങി നിരങ്ങി രാത്രി ഓർക്കൊഴുക്കുന്ന അവസ്ഥ. ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ അത് സ്തുത്യർഹമാണ്. അതുപോലെ തന്നെ അമിതമായ തീറ്റയും കുടിയും ഉറക്കവും. ഇന്ന് ഭക്ഷണത്തിന്റെ, നമ്മുടെ മുസ്ലിമിന്റെ ഭക്ഷണ രീതി തന്നെ, ഭക്ഷണ സംസ്കാരം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. ഭക്ഷണം അമിതമായതിന്റെ പേരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശുപത്രികളെ സമീപിക്കുന്നത് നമ്മുടെ കൗമിലെ ആളുകളായിരിക്കും. അല്ലാഹു അഅലം. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കുറച്ചൊക്കെ വിശപ്പ് ശീലിപ്പിക്കണം. അങ്ങനെയുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചെറുപ്പത്തിൽ തന്നെ മക്കളെ തലങ്ങും വലങ്ങും തീറ്റിപ്പോറ്റി അതവരെ നശിപ്പിക്കുകയാണ്. അവരുടെ ആമാശയം വലുതാക്കി മക്കളെ ഇങ്ങനെ തടിച്ച് അവരിങ്ങനെ കൊഴുത്ത് ഉണ്ടമണികളായി നടക്കുന്നത് കാണാനാണ് ചില ഉമ്മമാർക്കൊക്കെ ഇഷ്ടം. സഹോദരങ്ങൾ, അത് ആക്ഷേപമാണ്. നമ്മുടെ മക്കൾ ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ട് അവരുടെ ഭാരം വർദ്ധിക്കുകയും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തടിയനെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അവർക്കുള്ള ആക്ഷേപമാണ്. അവർക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിനുള്ള ഭക്ഷണം അവർക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അവരിൽ മടിയുണ്ടാക്കും. ചെറുപ്പത്തിൽ തന്നെ അവരെ തടിയന്മാരാക്കും. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഉറക്കം വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ഖുർആനും ദീനും പഠിപ്പിക്കുന്ന കുട്ടികളിൽ അവർക്ക് ശഹവത്തിന്റെ, ദേഹേച്ഛകളുടെ ഫിത്ന അമിതമായി ഭക്ഷണം തീറ്റിപ്പിക്കുന്നതിലൂടെ അവർക്കുണ്ടാകും. ഒരുപാട് അനാവശ്യമായ പരിണിത ഫലങ്ങൾ ഇതുമായി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞതുപോലെ മൻ അക്കല കസീറൻ ശരിബ കസീറൻ ഫനാമ കസീറൻ വഖസിറ അജ്റൻ കബീറ. ആരാണോ കൂടുതലായി തിന്നുന്നത്, ആരാണോ കൂടുതലായി കുടിക്കുന്നത്, ആരാണോ കൂടുതലായി ഉറങ്ങുന്നത്, അവൻ കൂടുതലായി പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വകസ്റത്തുല്ലാഹ്. ഈമാൻ കുറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ധാരാളമായി ചിരിക്കുക എന്നുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും ചില ആളുകൾ ചിരിക്കാൻ വല്ല അവസരം ഉണ്ടോ എന്ന് നോക്കി നടക്കും, കോമാളികളെ പോലെ. ആളുകൾക്ക് മുമ്പിൽ കോമാളിയാവാൻ വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി ഏത് നമ്പറാവും പുറത്തിറക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളാണ്, ഞാനൊരു കോമാളിയാണ് എന്ന് പേരെടുക്കാൻ വേണ്ടി പലരും മെനക്കെടുന്നുണ്ട്. എന്തിനും ഏതിനും ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നടക്കും. അതിനവൻ കളവും പറയും, എന്ത് തോന്നിവാസവും പറയും. ചിരിക്കുക, അമിതമായി ചിരിക്കുക എന്നുള്ളത് നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേടിപ്പിക്കുന്ന ഒരു ഹദീസ് കേൾക്കൂ. ലാ തുക്സിറുൽ ലഹ്ക ഫഇന്ന കസ്റത്തുൽ ലഹ്ക തുമീതുൽ ഖൽബ്. നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത്. ചിരി അധികരിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയത്തിന്റെ ഈമാനിനെ ഇല്ലാതാക്കും. ഹൃദയത്തിന് എപ്പോഴാണ് ജീവൻ ഉണ്ടാവുക? ഈമാൻ ഉണ്ടാകുമ്പോൾ. ഹൃദയം എപ്പോഴാണ് മരിക്കുക? ഈമാൻ ഇല്ലാതാവുമ്പോൾ. അപ്പൊ അധികമായി ചിരിക്കുക എന്നുള്ളത് ഹൃദയം മരിച്ച് ഈമാൻ ഇല്ലാതെന്ന അവസ്ഥയിലേക്കാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റസൂൽ ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചില്ലേ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുന്നുവെങ്കിൽ ലലഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ള അറിഞ്ഞ കാര്യങ്ങൾ സ്വഹാബികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു.
സൂറത്തു അൻ-നജ്മിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അസിഫത്തിൽ ആസിഫ, അതാ സമീപസ്ഥമായ ആഖിറം അത് നിങ്ങളോട് അടുത്തിരിക്കുന്നു. ഖിയാമത്ത് നാളിന് ഇനി അധികം സമയമില്ല. അള്ളാഹു അന്ന് ആയത്തിറക്കി പറയാണ്, സ്വഹാബികളോടാണ് റസൂൽ ഓതി കൊടുക്കുന്നത്, ഇതാ പരലോകം വരാനിരിക്കുന്നു, ഖിയാമത്ത് നാൾ ഇതാ സമീപസ്ഥമായിരിക്കുന്നു. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതിനെ തട്ടിമാറ്റുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഖിയാമത്ത് നാൾ ചിന്തിക്കണമെന്ന് വിചാരിച്ചാൽ, അതിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിനെ സാധിക്കുള്ളൂ, മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. ഇതാ ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ, എന്നിട്ടും നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ കരയുന്നില്ല. ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, സ്വർഗത്തിനെ പറ്റി, നരകത്തിനെ പറ്റി, ആഖിറത്തിനെ പറ്റി, അള്ളാഹുവിന്റെ ശിക്ഷയെപ്പറ്റി, ഖിയാമത്ത് നാളുകളെ പറ്റി, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികൾക്ക് കൊടുക്കുന്ന ഓരോ നീക്കങ്ങളെ പറ്റിയും ഖുർആനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വാർത്ത നിങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. എന്താ അല്ലേ ഖുർആനിലെ ആയത്തുകൾ, നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ കരയുന്നില്ല. വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിലാണ്, നിങ്ങൾ അശ്രദ്ധയിലാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സുജൂദിലായി വീഴുക, അല്ലാഹുവിനെ ഇബാദത്തിലായി മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ നശിപ്പിക്കുന്ന എല്ലാവിധ കാരണങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മെ സുരക്ഷിതമാക്കുമാറാകട്ടെ.